ശ്രീ VPP മുസ്തഫ, സുപ്രീം കോടതി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ചൂണ്ടിക്കാണിച്ചൊരു വസ്തുതയുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ പ്രതിസ്ഥാനത്ത് നിർത്തരുത്, വളരെ കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം എന്ന് പറഞ്ഞു. ഇന്ന് നോക്കൂ, ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന ദില്ലി ഹൈക്കോടതിയിൽ നടന്ന സംഭവങ്ങൾ എന്തെല്ലാമാണ്. കേജ്രിവാളിൻ്റെ ഹർജിയുമായി ബന്ധപ്പെട്ട് തൻ്റെ അറസ്റ്റിനെതിരെ ഇഡിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് കേജ്രിവാൾ സമർപ്പിച്ച ഹർജി, അതിൽ മറുപടി പറയാൻ കേന്ദ്ര സർക്കാരിന് എന്താണ് ബുദ്ധിമുട്ട്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എന്താണ് ബുദ്ധിമുട്ട്? ഇത്തരത്തിൽ കേജ്രിവാളിനെതിരെ ഈ മൊഴി മാത്രമല്ല, അത്തരത്തിൽ വലിയ തെളിവുകൾ മുന്നിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വസ്തുതകൾ ആ കോടതിക്ക് മുമ്പാകെ പറയാം. പക്ഷേ ഇത്തരത്തിൽ ഹർജി ഇന്നലെ മാത്രമാണ് കിട്ടിയത്, അതുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി പറയാൻ ഒരാഴ്ചത്തെ സമയം വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേജ്രിവാളിൻ്റെ കസ്റ്റഡി 7 ദിവസത്തേക്ക് കൂടി നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ 7 ദിവസം മറുപടി നൽകാൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേന്ദ്ര സർക്കാരിന് നൽകുന്ന ഒരു സമീപനവും ഉണ്ടായി. അതായത് ഇക്കാര്യത്തിൽ മൊഴി മാത്രമല്ല പ്രസക്തം എന്നതല്ലേ വരേണ്ടത്? അല്ല, ഇവിടെ നമ്മൾ കാണുന്നത് ഇതൊക്കെ തന്നെയല്ലേ. മോഡി ഭരണത്തിൽ മോഡിയും അമിത്ഷായും ചേർന്നുകൊണ്ടുള്ള കേന്ദ്ര ഭരണത്തിൻ്റെ അച്ചുതണ്ട് അവർക്കെതിരായിട്ടുള്ള എല്ലാ ശക്തികളെയും ഇല്ലാതെ, കാരണം അവരുടെ എയിം എന്താ? പ്രതിപക്ഷ മുക്ത ഭാരതം. അതിനു വേണ്ടിയിട്ട്, കാരണം അവരുടെ RSSന്റെ അജണ്ടക്കനുസരിച്ച് ഈ രാജ്യത്തെ പരുവപ്പെടുത്തണം. അതുകൊണ്ട് എല്ലാ പ്രതിപക്ഷത്തെയും ഇല്ലാതാക്കണം. ജനാധിപത്യത്തിന്റെ മര്യാദ കണിക BJPക്കില്ല, RSSനില്ല. അത് മോഡിക്കും അമിത്ഷായുടെയും അയലത്തുകൂടെ പോയിട്ടില്ല. അതുകൊണ്ട് എന്തും അവർ ചെയ്യും. ഇവിടെ കൃഷ്ണദാസ് എന്തൊരു നല്ല സാരോപദേശമാണ് നടക്കുന്നത്. അയ്യോ, ED ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്, നിയമമാണ്, കടലാസാണ്. ഇപ്പൊ നീലിമ പറഞ്ഞ ഏറ്റവും ഒടുവിലത്തെ സംഭവം നോക്കൂ. നിങ്ങൾ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ എല്ലാ തെളിവുകളുടെ നിങ്ങളെ കൈവശം ഉണ്ടായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെങ്കിൽ, എല്ലാ സജ്ജീകരണത്തോടും കൂടിയാണ് നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെങ്കിൽ, എന്തിനാ വീണ്ടും ഒരാഴ്ചത്തെ സമയം അല്ലെങ്കിൽ വീണ്ടും നീട്ടി സമയം ചോദിക്കേണ്ട ആവശ്യം? ഇത് അവിടെ മാത്രമല്ലല്ലോ നീലിമ നടക്കുന്നത്, കേരളത്തിൽ എന്താ നടന്നത്? ഇന്നിപ്പോ വീണ്ടും തോമസ് ഐസക്കിന് 7ാമത്തെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ED. ഏപ്രിൽ മാസം 2-ാം തീയതി ഹാജരാകണം എന്ന് പറഞ്ഞിട്ട്. ഒരു വർഷമായി കേരള ഹൈക്കോടതിയിൽ EDയുടെ ഈ നോട്ടീസുകൾക്കെതിരെ, ഇതിനു മുമ്പ് 6 കൊടുത്തല്ലോ, 6 നോട്ടീസുകൾക്കുമെതിരെ കേരള ഹൈക്കോടതിയിൽ കേസ് നടക്കുക. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എത്ര തവണ EDയോട് ആവശ്യപ്പെട്ടു, എന്തിനാണ് നിങ്ങൾ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്? തോമസ് ഐസക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വിവരങ്ങളാണ് അറിയേണ്ടത്? എത്ര സമയം നീട്ടി ചോദിച്ചു. ആദ്യം ഒരാഴ്ചത്തെ സമയം ചോദിച്ചു, പിന്നെ 1 മാസത്തെ സമയം ചോദിച്ചു, പിന്നെ 6 മാസത്തെ സമയം ചോദിച്ചു. എന്നിട്ട് ഇന്നേ വരെ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ EDക്ക്? ഇന്ന കാര്യത്തിനാണ്, ഇന്ന ആവശ്യത്തിനാണ് ഞങ്ങൾ തോമസ് ഐസക്കിനെ വിളിപ്പിക്കുന്നതെന്ന്. അതുകൊണ്ടല്ലേ ആദ്യം നൽകിയ EDയുടെ നോട്ടീസുകൾ പിൻവലിച്ച് കണ്ടം വഴി ഓടേണ്ടി വന്നത്? ഐസക്കിനെതിരായ കേസിൽ കണ്ടം വഴി ഓടിയില്ലേ, നോട്ടീസ് പിൻവലിച്ചില്ലേ? അതിനുശേഷം ഇപ്പൊ വീണ്ടും പുതിയ ഫോർമാറ്റിൽ കൊടുത്തിരിക്കുക. അത് കൊടുക്കുന്നത് എപ്പോഴാ? മെയ് 22. കേരള ഹൈക്കോടതിയിൽ നടന്നു വരുന്ന കേസ് തീർന്നിട്ടില്ല. മെയ് 22ലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേസ്. EDയുടെ തന്നെ ആവശ്യപ്രകാരമാണ് മെയ് 22ലേക്ക് അവരാവശ്യപ്പെട്ട സമയം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വേനലവധിക്ക് ശേഷം മെയ് 22ലേക്ക് ഹൈക്കോടതി ആ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, നേരത്തെ കൊടുത്ത EDയുടെ നോട്ടീസിന്റെ മേൽ. അപ്പോഴാണ് ഇപ്പൊ വീണ്ടും ഈ നോട്ടീസ് അതിനിടയിൽ ഏപ്രിൽ 2ലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നാടകമല്ലേ? നാടകമല്ലാതെ മറ്റെന്താണ്? ഒരു കടലാസ് അവരുടെ കയ്യിലില്ല, ഒന്നും അവർക്ക് ഉണ്ടാകേണ്ടതും വേണ്ട. ഇന്ന് ഗോവിന്ദ മാഷ് ഉപയോഗിച്ച വാചകം അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വരുന്നത്. ED ജോലി എടുക്കുന്നു, അതാർക്ക് വേണ്ടിയിട്ടാ? BJPക്ക് കൂലി കിട്ടാൻ. അത് നമ്മൾ ഇലക്ടറൽ ബോണ്ടിൽ കണ്ടില്ലേ? ഇവിടെ വലിയ നീതിസാരം പറയുന്ന കൃഷ്ണദാസിനോട് ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ടറൽ ബോണ്ടിന്റെ വിവരങ്ങൾ എങ്ങനെയാ കൃഷ്ണദാസെ പുറത്തു വന്നത്? നിങ്ങളുടെ BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് അത് വിവരാവകാശ നിയമത്തിൽ പെടുത്തിയിട്ട് വെളിച്ചത്ത് വന്നതാണോ? നിങ്ങൾ ആ നിയമത്തിൽ പറഞ്ഞത് ഇലക്ടറൽ ബോണ്ട് വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും ആരും ലോകമറിയേണ്ടതില്ല, പരമരഹസ്യമായിരിക്കുമെന്നല്ലേ? CPIM കൊടുത്ത കേസിൽ സുപ്രീം കോടതിയുടെ ധീരമായ നടപടി വന്നപ്പോഴല്ലേ ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നത്? പുറത്തു വന്നപ്പോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വമ്പൻ രാഷ്ട്രീയ അഴിമതിയാണ് അതെന്ന് മനസ്സിലായില്ലേ? 31 കടലാസ് കമ്പനികൾ, 31 കടലാസ് കമ്പനിയാ. എവിടെയാണ്, ഏത് നാട്ടിലാണ്?
എവിടെയാണ് രജിസ്റ്റർ ചെയ്തത് എന്ന് പോലും അറിയില്ല. ഈ വിവരങ്ങൾ പുറത്തു വന്നല്ലോ. എന്താ ഇ ഡി അതിന്റെ പുറകെ പോകാത്തത്? 31 കടലാസ് കമ്പനി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും കള്ളപ്പണമല്ലേ? കള്ളപ്പണം അന്വേഷിക്കുന്ന ഏജൻസി എന്നുള്ളതിൽ ഇ ഡി പോകണ്ടേ? ഇനി ഇ ഡി പോയ 41 കമ്പനികളുടെ കേസ് എങ്ങനെയാ? ഇ ഡി റെയ്ഡ് നടത്തി തട്ടിപ്പുണ്ട് വെട്ടിപ്പുണ്ട് എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ 41 കമ്പനികൾ എന്താ ചെയ്തത്? അവര് ബോണ്ട് വാങ്ങിച്ച് കേന്ദ്ര ഭരണകക്ഷിയായ BJPയുടെ ആഫീസിൽ കൊണ്ടുവന്ന് തന്നപ്പോ പിന്നെ ഇ ഡിയുടെ തുടരന്വേഷണമില്ല. ആ അന്വേഷണങ്ങൾ അവിടെ നിലച്ചുപോയില്ലേ? നിങ്ങളിപ്പോ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി 1 വർഷമായി ഡൽഹി ജയിലിൽ കിടക്കുകയാണ്. അത് കേസുണ്ടായത് കൊണ്ടല്ലേ എന്ന് BJP പ്രതിനിധി വാദിക്കുക. മഹാരാഷ്ട്രയിലെ നിങ്ങളുടെ ഉപമുഖ്യമന്ത്രി ആരാ? മഹാരാഷ്ട്രയിലെ ഉപമുഖ്യമന്ത്രി അദ്ദേഹത്തെ അജിത് പവാർ, ആ അജിത് പവാർ NCPയുടെ നേതാവായിരുന്നപ്പോൾ അമിത്ഷാ നടത്തിയ പ്രയോഗം എന്താ? BJP പ്രതിനിധി നാച്ചുറൽ കറപ്ഷൻ പാർട്ടി എന്നാണ്. നാച്ചുറൽ NCP എന്നതിന് അമിത്ഷാ കൊടുത്ത നിർവചനം അങ്ങനെയാ. ആ നാച്ചുറൽ കറപ്ഷൻ പാർട്ടിയുടെ അന്നത്തെ നേതാവ്, അതിന്റെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ട് അമിത്ഷാ തന്നെ പ്രസംഗങ്ങളിൽ എടുത്തു പറഞ്ഞത്, മോഡി പ്രസംഗങ്ങളിൽ എടുത്തു പറഞ്ഞത് അജിത് പവാർ. ആ അജിത് പവാറിനെതിരെയുള്ള കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അദ്ദേഹം മറുകണ്ഠം ചാടി കാലുമാറ്റം നടത്തി നിങ്ങളുടെ കൂടെ രണ്ടുമല്ല. ശ്രീ VPP മുസ്തഫ 27,000 കോടി രൂപയുടെ ക്രമക്കേടാണ് അന്ന് ആരോപിക്കപ്പെട്ടത്. പക്ഷേ BJPയിൽ എത്തിയതിനു ശേഷം ആ കേസിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല.